നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പ് അർജൻറ്റീന നേടുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അർജൻറ്റീന കിരീട നേട്ടം ആവർത്തിക്കുമോ? അത്യപൂർവ സംഭവങ്ങളാണ് വേൾഡ് കപ്പിൽ കിരീട നേട്ടം ആവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അത് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ആംഗേൽ ഡി മരിയോട് ചോദിക്കുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജൻറ്റീനയെ കിരീടത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിൻ്റെതായ പങ്ക് നിർവഹിച്ചയാളാണ് ആംഗേൽ ഡി മരിയ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ TYC സ്പോർട്സ് അദ്ദേഹത്തോട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നു, അടുത്ത വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുണ്ടോ? അർജൻറ്റീനയ്ക്ക് കിരീട സാധ്യതയുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി, അർജൻറ്റീന എല്ലായ്പ്പോഴും വേൾഡ് കപ്പുകളിൽ ഒരു കണ്ടൻഡറാണ്, കിരീട സാധ്യതയുള്ള ടീമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താണെന്നറിയോ, ഈ ജേഴ്സി ഉണ്ടല്ലോ, അർജൻറ്റീനയുടെ ജേഴ്സി നമ്മൾ അണിഞ്ഞാൽ അത് നമ്മളെ അതിനുവേണ്ടി ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വേറെയാണ് ആ ജേഴ്സി അണിഞ്ഞാൽ ഉണ്ടാകുന്നത്. അപ്പം വിജയിക്കുക, ആ വിജയം തുടരുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒരാൾ കൂടി കാരണക്കാരനാണ്, മറ്റാരുമല്ല, ലയണൽ സ്കലോനി. ലയണൽ സ്കലോനിയും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫും. അദ്ദേഹമാണ് നമ്മളെപ്പോഴും 100% കൊടുക്കാൻ വേണ്ടി നമ്മളെ മുന്നോട്ട് തള്ളിവിട്ടുകൊണ്ടേയിരിക്കുന്നയാൾ. അദ്ദേഹം നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഏറ്റവും ബെസ്റ്റ് ആരാണ് അവരെ കളിക്കാൻ വിടുകയുമാണ് ചെയ്യുന്നത്. സോ ഡേ ബൈ ഡേ അദ്ദേഹം എപ്പോഴും ടീമിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പം ആരും ഇപ്പോൾ മോശമായ രൂപത്തിൽ കളിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം സ്കലോനിയുടെ ഇത്തരത്തിലുള്ള ഒരു മാനേജിങ് കൂടിയാണ്. സോ ദേശീയ ടീമിനെ അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കിരീട സാധ്യത അടുത്ത വേൾഡ് കപ്പിലും അർജൻറ്റീനയ്ക്ക് തന്നെയാണെന്നിതാ ആംഗേൽ ഡി മരിയ പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഇത്തവണ വേൾഡ് കപ്പിന് ഫേവററ്റുകളുടെ കൂട്ടത്തിൽ അർജൻറ്റീനയുണ്ട്, സംശയമില്ല. നിലവിലെ ചാമ്പ്യന്മാരാണ്. ടീമിൻ്റെ കോറിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ അടുത്ത വേൾഡ് കപ്പിന് പോകുമെന്ന് സ്കലോനി ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ ടീമിൻ്റെ കോർ എവിടെയുണ്ട്, അതിൽ വലിയ മാറ്റം വരുത്താത്തയാളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ കുറച്ച് മികച്ച യുവതാരങ്ങൾ കൂടി ഇപ്പോൾ ടീമിലേക്ക് വന്നിട്ടുണ്ട്. അർജൻറ്റീന കൂടുതൽ കരുത്തരായിട്ട് തന്നെയാണ് അടുത്ത വേൾഡ് കപ്പിന് എത്തുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.